നാളെ നമുക്ക് ലോകത്തിലെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലാം. ഓക്കേ? മൈ ഡിയർ പ്രാന്തേഴ്സ്, ഗുഡ് മോർണിംഗ്. എനിക്ക് കിട്ടിയില്ല. എന്തെന്ന് മുമ്പേ പറഞ്ഞ ഗുഡ് മോർണിംഗ്. ഞാൻ പാത്രമായിട്ട് ചെന്നപ്പോ എന്നെ ഓടിച്ചു വിട്ടു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള സാധനമല്ല. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ശുഭരാത്രി. അതാ എനിക്ക് കിട്ടാഞ്ഞത്. അതൊക്കെ പോട്ടെ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതൊന്നും അല്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരായ നിങ്ങളെ കാണാൻ നമ്മുടെ സ്വന്തം മന്ത്രി, ഭ്രാന്തന്മാരുടെ മന്ത്രി ഇന്നിവിടെ സന്ദർശിക്കുകയാണ്. അപ്പൊ എല്ലാരും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുക. എന്തെന്ന്? അയ്യോ, ഈ ബ്രഷിന്റെ കാര്യമല്ല പറഞ്ഞത്. പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ. എവിടെ? അയ്യോ എടാ, ഇതല്ല. പോയി വൃത്തിയും മെനയായിട്ട് നിൽക്കാൻ. ഇതിന്റെ കാര്യമാ പറഞ്ഞത്. ഭ്രാന്തനെ നോക്കത്തില്ല. എടാ, പോയി കുളിക്കാനാണ് പറഞ്ഞത്. എനിക്ക് വെള്ളം പേടിയാ. സാർ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാ ഞാൻ വേൾഡ് ടൂറിലല്ലേ. ശരി, എവിടെയൊക്കെ പോയി? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, മലേഷ്യ. എന്റെ ദൈവമേ, ഞാൻ പോകാത്തത് കാണാത്തമായ സ്ഥലങ്ങളില്ല. അത് ശരി. ഇനി എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടാ? ഇനി എനിക്ക് ഒരു സ്ഥലം കൂടി കാണണമെന്നുണ്ട്. അതെവിടെയാണ്? ഞാൻ ജയിച്ച മണ്ഡലം. അത് ശരി. അപ്പൊ അങ്ങോട്ട് മാത്രം തിരിഞ്ഞു നോക്കിയിട്ടില്ല. വേൾഡ് ടൂർ പോയെന്ന് പറഞ്ഞില്ല, ഭാര്യയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാണോ പോയത്? വേൾഡ് ടൂർ പോയപ്പോ ഭാര്യയായിട്ട് അടിച്ചു പൊളിച്ചാണ് പോയത്. സദ്യ ഉണ്ടാ പോകുമ്പോ വല്ലവരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവോടാ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അതെ, ഞങ്ങൾ നോക്കിട്ട് ഒന്നും കാണാനില്ലല്ലോ. ഞങ്ങൾ നോക്കിട്ട് ഒന്നും കാണാനില്ലല്ലോ. എങ്ങനെ കാണാനാ? കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഇവിടെ നോക്കിട്ട് ഒന്നും കണ്ടിട്ടില്ല. പിന്നെയാണ് ഇപ്പൊ വന്ന നിങ്ങളൊക്കെ കാണാൻ പോണ. താനല്ലടാ പറഞ്ഞ ഇവിടുത്തെ ഭ്രാന്തന്മാർക്ക് കുറവുണ്ട്. താൻ ഡോക്ടറായ പിന്നെ എല്ലാവർക്കും അസുഖം കുറവുണ്ട്. അസുഖം കുറവുണ്ട്? എന്ത് കുറവുണ്ട്? ഇവിടുത്തെ ഭ്രാന്തന്മാർക്ക് വളരെ അസുഖം കുറവുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ കാണിച്ചില്ല. ഇവിടെ വന്ന് ഉദാഹരണത്തിന് സാറിന്റെ പേര് ഇവരോടൊന്ന് ചോദിച്ചു. എടാ, എന്താ നിന്റെ പേര്? തിരുവനന്തപുരം. കണ്ടാ കുറവുണ്ട്. പേര് ചോദിക്കുമ്പോ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കുറവുണ്ടെന്നാ? കുറവുണ്ട്, വളരെ കുറവുണ്ട്. എടാ, നിന്റെ പേരെന്താണ്? തിരുവനന്തപുരം. കണ്ട കുറവുണ്ട്. ഇവിടെ പേര് ചോദിക്കുമ്പോ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കുറവുണ്ടെന്ന് പറയുന്നത്? എന്റെ പൊന്ന് സാറേ, കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവരോട് പേര് ചോദിക്കുമ്പോഴേ ഡൽഹി എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ അത് കുറഞ്ഞു തിരുവനന്തപുരം വരെ എത്തിയില്ലേ? അതാ പറഞ്ഞത് അസുഖം കുറവുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഒരു ഭ്രാന്തന്റെ അസുഖം മാറിയിട്ടില്ല. എന്റെ പൊന്ന് സാറേ, ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു ഭ്രാന്തൻ ഇവിടെ ഉണ്ട്. ഒരാളുടെ അസുഖം മാറിയിട്ടില്ല. ഞാൻ കേൾപ്പിച്ചു തരാം. കുമാരാ, ഇവിടെ ഉണ്ട്. ഇവിടെ കുമാരാ, ഇവിടെ വാ. മന്ത്രി സാറിന് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കുമാരാ, ഇപ്പൊ ഉദാഹരണത്തിന് കുമാറിന്റെ 2 ചെവിയും ഞാൻ അങ്ങോട്ട് മുറിച്ചു മാറ്റിയാണെന്ന് അല്ലല്ല, സങ്കല്പം അങ്ങോട്ട് സങ്കല്പിക്കുക. ഈ 2 ചെവിയും ഞാൻ അങ്ങോട്ട് മുറിച്ചു മാറ്റിയാൽ കുമാരൻ എന്ത് ചെയ്യും? എന്റെ ചെവി 2 മുറിച്ചു മാറ്റിയ? അതെ. അപ്പൊ ഞാന് 2 കണ്ണും കാണാതെ തപ്പി നടക്കും. എന്റെ കുമാരാ, നിന്റെ കണ്ണല്ല മുറിച്ചു മാറ്റുന്നത്, നിന്റെ ചെവി 2 മുറിച്ചു മാറ്റിയാ നീ എന്ത് ചെയ്യും? ചെവിയാണോ? അല്ലല്ല. അപ്പൊ ഞാന് 2 കണ്ണും കാണാതെ തപ്പി നടക്കും. എന്റെ കുമാരാ, നിന്റെ കണ്ണല്ല, ചെവി 2 മുറിച്ചു മാറ്റിയാ നീ എന്ത് ചെയ്യും? എന്റെ ചെവികളാണ്. അതെ. കണ്ണല്ല, ചെവി. അതെ. അപ്പൊ ഞാന് 2 കണ്ണും കാണാതെ തപ്പി നടക്കും. എടാ, നിന്റെ 2 ചെവി മുറിച്ചു മാറ്റി എങ്ങനെയാണ് കണ്ണ് കാണാതെ നടക്കണത്? ഈ ചെവി 2 മുറിച്ചു മാറ്റിയാലേ ഈ കണ്ണാടി ഞാൻ എവിടെ കൊണ്ടുപോയിക്കോടാ? എനിക്ക് ചെറിയൊരു ഡൗട്ട്. തന്നെയാണ്. തന്നെയല്ല, പിന്നെ എനിക്ക് ഇതുപോലെയൊക്കെ എന്തോ അസുഖം ഉണ്ടോന്നൊരു ഭ്രാന്തണ്ടോന്ന് സംശയോ? തോന്നലാണ്. സാറിന് വെറുതെ തോന്നണല്ലേ? ഇവിടുത്തെ ഈ ഭ്രാന്താശുപത്രിയുടെ ഈ സിസ്റ്റം കണ്ടിട്ട് സാറിന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പിടിക്കാഞ്ഞിട്ടാണ്. തോന്നലാണ്. കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. സാറിന് ഒരു കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു ചെറിയ സംശയം. സംശയിക്കണ്ട, ഞാൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. 1 എത്രയാണ്? 2 ആണല്ലോ. 2 1 പോയാൽ എത്രയാണ്? 1 ആണല്ലോ. 3 2 പോയാൽ എത്രയാണ്? 1. കറക്റ്റ് ആണല്ലോ. ഇതാണ് പറഞ്ഞത്. സാറിന് ഒരു കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, സാറിന് ഇത് എങ്ങനെയാണ് കിട്ടിയത്? അത് നിസ്സാരമല്ലേ? എങ്ങനെ? എന്നാലും ഇത് എങ്ങനെയാണ്? അതായത് 3 കുമ്പളങ്ങേന്ന് 2 മത്തങ്ങ പോകുമ്പോഴാണല്ലോ 7 തേങ്ങ. 3 കുമ്പളങ്ങേന്ന് എങ്ങനെ 2 മത്തങ്ങ പോകുമ്പോഴാണല്ലോ 7 തേങ്ങ. എടാ ഭാസ്കര, അല്ലെങ്കിൽ മാങ്ങ. എടാ ചങ്ങലെടുത്തോ. എടാ ഭ്രാന്തൻ.